റമളാൻ മാസം എത്തിക്കഴിഞ്ഞാൽ കള്ള് കുടിക്കില്ല എന്നതിനപ്പുറത്ത് കള്ള് കുടിക്കണമെന്ന ടെൻഡൻസി പോലും ഒരാളുടെ മനസ്സിൽ നിന്ന് അല്ലാഹു മായ്ച്ചു കളയുകയാണ്. പലിശ വാങ്ങുകയില്ല എന്ന് മാത്രമല്ല, പലിശയെ പറ്റിയിട്ടുള്ള ചിന്ത പോലും അല്ലാഹു തആല അവന്റെ ഖൽബിൽ നിന്നെടുത്ത് മാറ്റിക്കളയുകയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പാപം ചെയ്യാൻ അവന് ഉദ്ദേശിക്കുന്ന വികാരം, ആ പാപം ചെയ്യാൻ അവനെ പ്രേരിപ്പിക്കുന്ന വിചാരങ്ങൾ, അതിനെ പോലും അല്ലാഹു കരിച്ചു കളയുന്നതാ. അതാണ് പരിശുദ്ധ റമളാനിന്റെ കൊടും താപമെന്ന കരിച്ചു കളയുന്നതെന്ന് അർത്ഥം വരുന്നത്. അതുകൊണ്ടല്ലേ ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് എന്തെന്നറിയോ? സാമ്പത്തിക ശേഷിയില്ലാത്തൊരു മനുഷ്യന് കെട്ടിയ പെണ്ണിനെ പോറ്റാനും ആ പെണ്ണിന് ആവശ്യമായ ഭക്ഷണം കൊടുക്കാനും അവൾക്ക് ആവശ്യമായ വസ്ത്രം വാങ്ങിക്കൊടുക്കാനും ആ പെണ്ണിന് ചെലവിന് കൊടുക്കാനും അവൾക്ക് വിവാഹ മൂല്യമെന്ന മഹർ കൊടുക്കാനും സാമ്പത്തിക ശേഷിയില്ലാത്ത ആരോഗ്യമുള്ള ഒരു മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന് നല്ല വികാരമാണ് ഒരു കുടുംബജീവിതം നയിക്കാൻ. തന്റെ പ്രാണപ്രേയസി തന്റെ അടുക്കൽ വരുന്നത് വലിയ ആഗ്രഹമാണ്. പക്ഷേ ആ പെണ്ണിന് ചെലവിന് കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല എങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചല്ലോ. അവന്റെ മനസ്സിനകത്ത് 1000 വികാരങ്ങളുടെ വേലിയേറ്റം സൃഷ്ടിക്കപ്പെടുകയാണ്. മനസ്സിന് താങ്ങാനാകാത്ത മോഹമാണ് അവനുള്ളത്. പക്ഷെ കെട്ടിയ പെണ്ണിന് ഭക്ഷണം കൊടുക്കാൻ അവന്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫൽയതസവ്വജ് വമൻ ലം യസ്തതിഅ ഫഅലൈഹി ബിസ്സൗം. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, യാ മഅ്ശറ ശബാബ്, യുവാക്കളെ, യുവസമൂഹമേ, മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത, ശാരീരികമായി നിങ്ങൾക്കൊരു പെണ്ണിനെ സംതൃപ്തിപ്പെടുത്താനുള്ള ആരോഗ്യം നിങ്ങൾക്കുണ്ടോ? അതുപോലെ തന്നെ നിങ്ങൾക്ക് വിവാഹ ജീവിതത്തെ പറ്റിയിട്ടുള്ള മോഹങ്ങളുണ്ടോ? ആ പെണ്ണിന് ചെലവിന് കൊടുക്കാനും പെണ്ണിന് മഹർ കൊടുക്കാനും പെണ്ണിന് ആവശ്യമായതെല്ലാം കൊടുക്കാനുള്ള എല്ലാ ശേഷിയും നിനക്ക് കയ്യിലുണ്ടോ? സാമ്പത്തിക ശേഷി, ശാരീരിക ശേഷി, മാനസികമായ താല്പര്യം നിനക്കുണ്ടോ? എന്നാൽ റസൂലുള്ളാഹി പറയുകയാണ്, ഫൽയതസവ്വജ്, താമസിക്കല്ലേ ചെറുപ്പക്കാരാ, ഉടൻ തന്നെ ഒരു പെണ്ണിനെ നീ കണ്ടെത്തണേ. എന്നിട്ട് ഉടൻ തന്നെ റസൂലുള്ളാഹി പറയുകയാണ്, പെണ്ണും കെട്ടി വീട്ടിലാക്കിയിട്ട് കറങ്ങി നടക്കാനല്ല, പെണ്ണിനെ കേട്ട് വീട്ടിലാക്കിയിട്ട് ചെലവിന് കൊടുക്കാതെ കറങ്ങി നടക്കാനല്ല റസൂലുള്ളാഹി പഠിപ്പിച്ചത്. ആരൊരാൾക്ക് മാനസികമായ ആഗ്രഹങ്ങളുണ്ട്, കല്യാണം കഴിക്കണമെന്ന് മനസ്സിന്റെ മോഹമുണ്ട്, ശരീരത്തിന്റെ ദാഹമുണ്ട്, പക്ഷേ കെട്ടിയ പെണ്ണിന് മഹർ കൊടുക്കാൻ അവന്റെ കയ്യിൽ വിവാഹ മൂല്യമില്ല, ആ പെണ്ണിന് ചെലവിന് കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണ് അവന്റെ മനസ്സിന്റെ വികാരത്തെ ശമിപ്പിക്കേണ്ടത്? എങ്ങനെയാണ് അവന്റെ മനസ്സിന്റെ വികാരത്തെ അവന് ശമിപ്പിക്കേണ്ടത്? അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഫഅലൈഹി ബിസ്സൗം, അവന് നോമ്പ് പിടിക്കട്ടെ നബി മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് റസൂലുള്ളാഹി നിർത്തുന്നില്ല, മുത്തഫഖുൻ അലൈഹി ആയ ഹദീസാണ്. അവിടെ നമ്മൾ പറയുകയാണ്, ഫഇന്നഹു ലഹു വിജാ, അതവന് വികാരത്തെ ശമിപ്പിക്കാനുള്ള പരിചയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ വികാര പൂർത്തീകരണത്തിന് വേണ്ടി അവന്റെ ശരീരം ദാഹിക്കുമ്പോൾ, അവന്റെ മനസ്സ് കൊതിക്കുമ്പോൾ, അല്ലാഹുവിന്റെ ദീൻ മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധന എന്തെന്നറിയോ? കെട്ടിയ പെണ്ണിന് മഹർ കൊടുക്കണം, അല്ലാതെ നീ തോന്നിയതുപോലെ നിന്റെ പെണ്ണിനെ സമീപിക്കലല്ല. ആ പെണ്ണിന് ആവശ്യമായ സാമ്പത്തികം കൊടുക്കണം, അവൾക്ക് ആവശ്യമായ മാനസികമായ പിൻബലം നൽകണം, അവൾക്ക് ആവശ്യമായ ശാരീരികമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അതിന് നിനക്ക് കഴിവില്ലെന്ന് കണ്ടാൽ നീ കല്യാണം കഴിക്കലല്ല വേണ്ടത്. നീ എന്താ ചെയ്യേണ്ടത്? നീ നോമ്പ് പിടിക്കണം. എന്തിനാണ് നോമ്പ് പിടിക്കേണ്ടതെന്നറിയോ? സൂഫിയാകാനല്ല, തസവ്വുഫിന്റെ ഉന്നതമായ മേഖലകളിലേക്ക് കടന്നു പോകാനല്ല. പിന്നെ എന്തിനാണ് നോമ്പ് പിടിക്കേണ്ടതെന്നറിയോ? നിന്റെ മനസ്സിൽ അവശേഷിക്കുന്ന വികാരമുണ്ടല്ലോ, ആ വികാരത്തെ
വികാരത്തെ തണുപ്പിക്കാൻ, ആ വികാരത്തെ ശമിപ്പിക്കാൻ, ആ വികാരത്തെ കരിച്ചു കളയാൻ ലോകത്ത് കഴിയുന്ന ഒന്നത് നോമ്പാണ്. അപ്പൊ റമളാൻ എന്ന് പറയുന്നത് കരിച്ചു കളയുക എന്നർത്ഥം വരുന്ന വാക്കിൽ നിന്നാണ് റമളാൻ ഉണ്ടായതെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, തെറ്റുകാരന്റെ തെറ്റിനെ മാത്രമല്ല അള്ളാഹു കരിച്ചു കളയുന്നത്, ആ തെറ്റുണ്ടാക്കിയെടുക്കുന്ന വികാരത്തെ പോലും അള്ളാഹു കരിച്ചു കളയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ വികാരത്തെയും അല്ലാഹു തആല ഈ നോമ്പ് കൊണ്ട് കരിച്ചു കളയാൻ, തെറ്റിനെ മാത്രമല്ല. നിങ്ങൾ നോക്കി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഈ രണ്ട് വാക്കുകളുടെ അർത്ഥവും നിങ്ങൾ മനസ്സിലാക്കണം. കടുത്ത ചൂട്, കരിച്ചു കളയുന്ന ചൂട്, ആ സമയത്ത് പെയ്യുന്ന മഴ, ഇത് രണ്ടുമാണെന്ന് നമ്മുടെ വിഷയം. ഈ പാപം ഉണ്ടല്ലോ, നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ, അതിന് വല്ലാത്ത ചൂടാണ്. അത് ചൂടാണ്. ഏതാനും ചില ഉദാഹരണങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോഴേ ഈ വിശുദ്ധ റമളാൻ മാസം നമുക്ക് കൂടുതൽ അതിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. വിശുദ്ധ റമളാൻ നമ്മളൊന്ന് മനസ്സിലാക്കണം. ആ റമളാൻ എന്താണ്, നമ്മുടെ മുന്നിലേക്ക് വരുന്ന റമളാൻ അതെന്താണെന്ന് നമ്മളൊന്ന് തിരിച്ചറിയണം. അത് തിരിച്ചറിയണമെങ്കിൽ കത്തിക്കരിച്ച് കളയുന്ന അർത്ഥം വരുന്ന വാക്കും ആ സമയത്ത് പെയ്യുന്ന മഴ എന്നർത്ഥം വരുന്ന വാക്കുമാണ് റമളാൻ എന്ന് പറയുന്നതെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപം ചൂടാണ്, വല്ലാത്ത ചൂടാണ് പാപങ്ങൾ. ആ പാപത്തെ അല്ലാഹു തആല നോമ്പ് കൊണ്ട്, റമളാൻ കൊണ്ട് എന്ത് ചെയ്യുകയാണ്? കരിച്ച് കളഞ്ഞിട്ട് ഒരു വലിയ പേമാരി പോലെ, അല്ലെങ്കിൽ ഒരു പെരുമഴ പോലെ ഈ റമളാൻ മാസത്തെ അല്ലാഹു തആല നമുക്ക് വേണ്ടി ഇങ്ങോട്ട് തന്നിരിക്കുകയാണ്. ആ റമളാൻ മാസത്തെ കരിച്ച്, റമളാൻ മാസം കൊണ്ട് പാപങ്ങൾ അങ്ങോട്ട് കരിച്ചു കളയാൻ, ആ കരിച്ച് കളയാൻ വേണ്ടി അള്ളാഹു തന്ന മാസമാണ്. പാപങ്ങൾ വലിയ ചൂടാണ്. അതുകൊണ്ടാണല്ലോ ഒരു ഹദീസിൽ നമുക്ക് കാണാം, അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, അസ്സദഖത്തു തുത്ഫിഉൽ ഖതീആ, പാപങ്ങളെ സ്വതക്ക കെടുത്തി കളയുമെന്നാണ്. പാപങ്ങളെ, സഹോദരങ്ങളെ, ഒരു മനുഷ്യന് നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കൊടുക്കുന്ന സദഖ, അവന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊടുക്കുന്ന സദഖ, വാങ്ങിക്കൊടുക്കുന്ന ഒരു ചായ, അതല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ അവന്റെ പ്രിയപ്പെട്ട പൊന്നുമോളുടെ വിവാഹത്തിന് കൊടുക്കുന്ന സഹായം, അതല്ലെങ്കിൽ പള്ളി നിർമ്മാണത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന സഹായം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് വീട് വെക്കാൻ നമ്മൾ കൊടുക്കുന്ന സഹായം, ഇതെല്ലാം അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, തുത്ഫിഉൽ ഖതീആ, പാപമെന്ന് പറയുന്ന ചൂടിനെ, പാപമെന്ന് പറയുന്ന കരിഞ്ഞു നിൽക്കുന്നതിനെ കെടുത്തി കളയുകയാ. എന്തിനെയാണ് കെടുത്തുന്നത്? തീയാണല്ലോ കെടുത്തുക. ഇവിടെ പാപമെന്ന് പറയുന്നത് ചൂടാണ്, പാപമെന്ന് പറയുന്നത് തീയാണ്. ആ തീയെ കെടുത്തി കളയുന്നത് സദഖയാണ്. പ്രിയപ്പെട്ടവരെ, പാപമെന്ന് പറയുന്നത് ചൂടല്ലേ? റസൂലുള്ളാഹി എന്നിട്ട് വിശദീകരിക്കുകയാണ്, കമാ യുത്ഫിഉൽ മാഉൻ നാറാ, വെള്ളം തീയെ കെടുത്തി കളയുന്നത് പോലെ, തീയ വെള്ളം കെടുത്തി കളയുന്നത് പോലെ പാപങ്ങളല്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുമ്പോ ആ ധർമ്മം കൊണ്ട് കെട്ടുപോകുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇവിടെ മനസ്സിലാക്കേണ്ടത്, പാപമെന്ന് പറയുന്നത് ചൂടാണ്. പ്രിയപ്പെട്ടവരെ, പാപം ചെയ്യുക എന്ന് പറയുന്നത് കഠിനമായ ചൂടാണ്. അതുകൊണ്ടല്ലേ ഒരു മനുഷ്യനും മരിച്ചെന്നിരിക്കട്ടെ, ഈ പൂടനാട്ടത്തെ ഒരു സഹോദരന് മരണപ്പെട്ടാൽ ആ മരണപ്പെട്ടു പോകുന്ന മനുഷ്യനെ കുളിപ്പിച്ചെടുത്ത് 3 വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് ആ മനുഷ്യനെ നേരെ കൊണ്ടുവരികയാണ്, പൂഴനാട് പള്ളിയുടെ അകത്തളങ്ങളിലേക്ക് കൊണ്ടുവരികയാ. എന്നിട്ട് പൂഴനാട് പള്ളിയുടെ അകത്തളങ്ങളിലേക്ക് മയ്യത്ത് കൊണ്ടുവെക്കുന്നു. എന്നിട്ട് പള്ളിയിലെ ഇമാമ സഖാഫിയുടെ പ്രസംഗം നടക്കുകയാണ്. 1ാമത്തെ തക്ബീറിന് ശേഷം സൂറത്തുൽ ഫാത്തിഹ ഓതണേ, 2ാമത്തെ തക്ബീറിന് ശേഷം ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണേ. 3ാമത്തെ തക്ബീറിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് മർമ്മപ്രധാനമായ, പരമപ്രധാനമായ മയ്യത്തിന് വേണ്ടിയിട്ടുള്ള ദുആയാണ്. ആ ദുആ ഇങ്ങനെ ഓതി ഓതി വരുമ്പോൾ എന്താ ദുആയിൽ പറയുന്നത്? അല്ലാഹുമ്മ അഗ്സിൽഹു ബിൽ മാഇ വൽസൽജി വൽ ബറദി വനഖിഹി മിനൽ ഖതായാ കുല്ലിഹാ കമാ യുനഖ സൗബുൽ അബിയദു മിനദ് ദനസ്.
എന്താണ് അതിന്റെ അർത്ഥമെന്നറിയോ? എന്താണ് അതിന്റെ അർത്ഥമെന്നറിയോ? അല്ലാഹുവേ, ഈ മയ്യത്തിനെ നീ കഴുകണേ അല്ലാ. അല്ലാഹുമ്മ അഗ്സിൽഹു, നീ ആ മയ്യത്തിനെ കഴുകണേ തമ്പുരാനെ. അവിടെ കഴുകണമെന്ന് പറയുന്നത് പാപത്തിൽ നിന്ന് കഴുകണമെന്നാണ്. എന്തുകൊണ്ടാണ് കഴുകേണ്ടത്? ബിൽ മാഇ വസ്സൽജി വൽ ബറദി. വാപ്പാന്റെ മയ്യത്ത് കൊണ്ടുവച്ചിട്ട് ദ്വാരം പൂഴനാട്ടത്തെ ചെറുപ്പക്കാരാ, ഭാര്യയുടെ മയ്യത്ത് കൊണ്ടുവച്ചിട്ട് ദ്വാരം ഭർത്താവേ, ഉമ്മാന്റെ മയ്യത്ത് കൊണ്ടുവച്ചിട്ട് ദ്വാരം പ്രിയപ്പെട്ട പൊന്നുമോനെ, നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതെന്തായി പറയുന്നതെന്ന്? എന്റെ വാപ്പയുടെ മയ്യത്താണല്ലോ, എന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ മയ്യത്താണ് റബ്ബേ. അല്ലാഹുമ്മ അഗ്സിൽഹു, ഈ മയ്യത്തിനെ നീ കഴുകണേ അല്ലാ. പടച്ചോന്റെ ജോലി മയ്യത്ത് കുളിപ്പിക്കലല്ല, അത് ജീവിച്ചിരിക്കുന്നവരുടെ ബാധ്യതയാണ്, സമൂഹ ബാധ്യതയാ. എന്നിട്ട് അല്ലാഹുവിനോട് പറയുന്നു നീ കഴുകണേ അല്ലാ എന്ന് പറഞ്ഞാൽ മയ്യത്തിന്റെ ബോഡി കഴുകുന്ന കാര്യമല്ല, ആ മയ്യത്ത് ജീവിതത്തിൽ ചെയ്ത പാപങ്ങളെ കഴുകണേ അല്ലാ. എന്തുകൊണ്ടാണ് കഴുകി കളയേണ്ടത്? ബിൽ മാഇ വസ്സൽജി വൽ ബറദി, 3 സൈസ് വെള്ളം കൊണ്ടാണ് നീ കഴുകേണ്ടത്. ഏതുപോലെയാണ് കഴുകുക? വനഖിഹി മിനൽ ഖതായാ, പടച്ചവനെ ഈ പാപത്തിൽ നിന്ന് നീ മയ്യത്തിനെ നീ ശുദ്ധിയാക്കണേ അല്ലാ. ഏതുപോലെ കമാ യുനഖ സൗബുൽ അബ്യളു മിനദ്ദനസി, അഴുക്കുള്ള വെള്ള വസ്ത്രം എങ്ങനെയാണോ കഴുകിയെടുക്കുന്നത്, തുണി എങ്ങനാണോ അലക്കിയെടുക്കുന്നത്, വസ്ത്രം എങ്ങനാണോ വാഷ് ചെയ്തെടുക്കുന്നത്, അഴുക്കിൽ നിന്ന് വസ്ത്രത്തെ എങ്ങനാണോ കഴുകിയെടുക്കുന്നത്, അതുപോലെ നന്നായിട്ട് നീ മയ്യത്തിന്റെ പാപങ്ങളെ കഴുകിക്കളയണേ അല്ലാ. എന്തുകൊണ്ടാ കഴുകേണ്ടത്? ഇവിടെ തുണി കഴുകുന്ന കാര്യം പറഞ്ഞപ്പോൾ കമാ യുനഖ സൗബുൽ അബ്യളു മിനദ്ദനസി, കഴുകുന്ന കാര്യം പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ പറയാത്തത് ഈ മയ്യത്തിന്റെ പാപങ്ങൾ കഴുകുന്ന വിഷയം പറഞ്ഞപ്പോ 3 വെള്ളം കൊണ്ട് കഴുകണമെന്ന് പറഞ്ഞു. ഏതൊക്കെ വെള്ളമാണ്? 1 അൽ മാ, 2 അൽ ബറദ്, 3 അസ്സൽജ്. ഈ 3 കൊണ്ടാണ് മയ്യത്തിനെ കഴുകാൻ അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്തത്. അങ്ങനെ ദുആ ചെയ്യാത്തൊരു മയ്യത്ത് പൂഴനാട്ടത്തെ മഖബറയിലില്ല. അങ്ങനെ ദുആ ചെയ്യാതെ അടക്കം ചെയ്യപ്പെട്ട ഒരു മയ്യത്തുകൾ പള്ളിക്കാട്ടിലില്ല. എന്താ ഈ 3 വസ്തുക്കൾ കൊണ്ട് കഴുകേണ്ടത്? ഒന്നേതാണ് പ്രിയപ്പെട്ടവരെ? ബിൽമാ, സാധാരണ നോർമലി വെള്ളം കൊണ്ട് കഴുകണേ അല്ലാ. നിങ്ങൾ നോക്കിയേ, എന്താ റബ്ബിനോട് പറയുന്നത്? പടച്ചോനെ, പാപങ്ങളിൽ നിന്ന് വെള്ള വസ്ത്രം അഴുക്കിൽ നിന്ന് ശുദ്ധിയാക്കുന്നത് പോലെ നീ ശുദ്ധിയാക്കണം ഈ മയ്യത്തിനെ. അഗ്സിൽഹു ബിൽ മാഇ വസ്സൽജി വൽ ബറദ്, 3 സൈസ് വെള്ളം കൊണ്ട് കഴുകണം. അൽ മാ, ലോക്കൽ സാധാരണ നോർമലി വെള്ളം. രണ്ടാമതോ അസ്സൽജ്, ആലിപ്പഴം. സൽജ് എന്ന് പറഞ്ഞാൽ മഞ്ഞ് കട്ട, അതാണല്ലോ ആലിപ്പഴം എന്ന് പറയുന്നത്. അല്ലാതെ അവിടെ നിൽക്കുന്ന ഏതോ മരത്തിൽ നിന്ന് വീണ കായൊന്നും അല്ല, അല്ലേ? ആലിപ്പഴം എന്ന് പറഞ്ഞതല്ലേ സാറേ? ആണോ? മഞ്ഞിന്റെ കട്ട, അതാണ് സൽജ്. ഉറപ്പ് തന്നെയല്ല? നിങ്ങൾ ഷാഹിദാണ് കേട്ടോ. നാളെ എന്നെ മാത്രം പിടിക്കരുത്. ആലിപ്പഴം എന്ന് ഞാൻ അർത്ഥം വെച്ചതാണ്. തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് പറയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാധാരണ നോർമലി വെള്ളം പോരാ. ആ വെള്ളത്തോടൊപ്പം ഏത് വേണം? ആ വെള്ളത്തോടൊപ്പം ആലിപ്പഴം അഥവാ മഞ്ഞുകട്ട വേണം. അതോടൊപ്പം 3ാമത് വൽ ബറദ്. എന്താ ഈ ബറദ്? മാഉൽ ബാരിദ് എന്ന് പറഞ്ഞാൽ തണുത്തുറച്ച വെള്ളം, നല്ല തണുത്ത വെള്ളം. ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന വെള്ളം ഇല്ലേ, ആ വെള്ളമാണ്. കിണറിൽ നിന്ന് സാധാരണ എടുക്കുന്ന വെള്ളം മാ. മഞ്ഞ് കട്ട വീഴുന്ന, ആലിപ്പഴം വീഴുന്നതിന്റെ പേര് സൽജ്. ഏറ്റവും ശീതീകരിച്ച് ശീതളമായി കിട്ടുന്ന വെള്ളം, അതിന്റെ പേരാണ് ബറദ്. ഇത് 3 കൊണ്ട് നീ കഴുകണം. എന്ത് കഴുകണം? മയ്യത്തിന്റെ എന്ത് കഴുകാനാ? എല്ലാം കഴുകിയല്ലേ കൊണ്ട് കടത്തിയിരിക്കുന്നത്, അല്ലേ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പൊ ഈ മനുഷ്യൻ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ എന്താണ്? എല്ലാം ചൂടാണ്. വെള്ളം ഉപയോഗിക്കേണ്ടത് എപ്പോഴാണ്? എപ്പോഴാ വെള്ളം ഉപയോഗിക്കേണ്ടത്? ചൂടുള്ളപ്പോഴല്ലേ? ചൂടുള്ളപ്പോഴല്ലേ? തീ പിടിക്കുമ്പോഴല്ലേ വെള്ളം കൊണ്ട് അണയ്ക്കുക?
തീ പിടിക്കുമ്പോഴല്ലേ വെള്ളം കൊണ്ടണയ്ക്കുക. എപ്പോഴാ നമ്മുടെ ശരീരത്തിലേക്ക് വെള്ളമൊഴിക്കുന്ന ശരീരം ഹീറ്റാകുമ്പോഴല്ലേ. ആ സമയത്ത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്യുന്ന പാപങ്ങൾ ചൂടാണ്. ആ ചൂടാകുന്ന പാപങ്ങളെ കരിച്ചു കളഞ്ഞ് ഒരു വേനൽ മഴ പെയ്യിപ്പിക്കാൻ അല്ലാഹു തന്ന മാസമാണ് പരിശുദ്ധ റമളാൻ. അതാ നമ്മൾ പറയുന്നത്, നമ്മുടെ പാപങ്ങളെ മൊത്തം കൊണ്ട് കരിച്ചു കളയാൻ. ഇനി വേറൊരു ഹദീസ് കൂടെ കേട്ടോ, അപ്പൊ നിങ്ങൾക്ക് അല്പം കൂടെ മനസ്സിലാവും. നമ്മൾ സാധാരണ ദേഷ്യം വരുന്ന ആളോട് എന്താ പറയുന്നത്? നീ എന്താ വരുന്നെന്നാ പറയുന്നത്. ദേഷ്യപ്പെടുന്ന ആളിനോട് നമ്മൾ എന്താ പറയുന്നത്? നീ എന്താകരുതെന്നാ പറയുന്നത്. ഒന്ന് പറഞ്ഞ നിങ്ങൾ കൂടനാടുകാര്, നമ്മളൊരു ജില്ലക്കാരല്ലേ, പിന്നെന്താ നിങ്ങൾക്ക് ഒരു പിണക്കം പോലെ? സാധാരണ വടക്ക് പോയ തെക്കന്മാരെ കണ്ടുകൂടാ. തെക്കനെയും പാമ്പിനെയും കണ്ട ആദ്യം തെക്കനെ കൊല്ലണം, പിന്നെ പാമ്പിനെ കൊന്നാ മതി എന്നൊക്കെ പലരും പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തായിരുന്നാലും തിരുവനന്തപുരം ജില്ലക്കാരാ അല്ലേ? തമിഴ്നാട്, കേരളം അല്ലേ? ആ ശരി, പറയും. നമ്മളിപ്പോ ഫൈസ് സക്കാഫി ചൂടായി എന്റെ അടുത്ത്, ഞാൻ എന്താ അയാളോട് പറയാ? അല്ലെങ്കിൽ ഞാൻ ചൂടായി അദ്ദേഹത്തോട്, അദ്ദേഹം എന്താ പറയുന്നത്? നിങ്ങൾ എന്താ വരുതെന്നാ പറയുന്നത്? കോപിക്കുമ്പോ, ഞാൻ ദേഷ്യപ്പെടുമ്പോ എന്താ അദ്ദേഹനോട് പറയുന്നത്? നിങ്ങൾ എന്താകരുത്? ചൂടാകരുത്. അപ്പൊ കോപത്തിന്റെ മറ്റൊരു പേരെന്താ? ചൂടാകുക. ഇത് ഹദീസ. ചൂടാവുന്ന ഒരുത്തന്റെ അടുത്ത് നമ്മളാ പറയുന്നത് കൂൾ ഡൗൺ, തണുപ്പിക്ക് നിന്റെ സ്വഭാവം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, കോപം വന്നാൽ എന്ത് ചെയ്യണമെന്നറിയോ? പൂഴനാട്ടത്തെ പെങ്ങളെ, ഭർത്താവിന്റെ വിഷയത്തിൽ കോപിട്ടയായി നിൽക്കുന്ന പെണ്ണ് മഹാലക്ഷ്മിയാണെന്ന് പറയുന്നു. ചിലപ്പോ ഭദ്രകാളിയെ പോലെ എന്റെ പെങ്ങന്മാര് മാറുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് ആരംഭ പൂവായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ ഒരു ഭാര്യയെ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നപ്പോ അവളോട് ചൂടാകുന്നത് കണ്ടിട്ട് ഭർത്താവിന്റെ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടാതെ പെണ്ണിങ്ങനെ ചൂടായി ചൂടുപിടിച്ച് കോപിട്ടയായി രൗദ്രതയോടെ നിൽക്കുമ്പോ ലോകത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നു, പെണ്ണേ കോപം വരുമ്പോ ചെയ്യേണ്ടതെന്താ? ആരാ പറഞ്ഞു തരുന്നത്? ഒരു ഭാര്യയെ കല്യാണം കഴിച്ചയാളല്ല. خيرنا فاخترنا النبي المقتفى عائشة وحفصة وسودة صفية ميمونة ورملة هند وزينب كذا جويرية للمؤمنين أمهات مرضية. അവിടത്തെയുടെ ചൂടും ചൂരേറ്റ് കിടന്ന 11 ഭാര്യമാര്, അഷ്റഫുൽ ഖൽഖിന്റെ പ്രിയപ്പെട്ട രാജകുമാരിമാർ, അവിടത്തെ രാജാത്തിമാരില്ലേ, ആ പ്രിയപ്പെട്ട ഭാര്യമാരുടെ എല്ലാ സ്വഭാവ ഗുണങ്ങളും ഇവിടം ആയിഷ മുതൽ അങ്ങ് മേലെ തട്ടിലുള്ള പ്രായാധിക്യം വന്ന സൈനബിനെ പോലുള്ള, അതല്ലെങ്കിൽ സഫിയയെ പോലുള്ള റളിയല്ലാഹു അൻഹയെ പോലുള്ള ഭാര്യമാര്, ആ പ്രിയപ്പെട്ട ഭാര്യമാരുടെ എല്ലാ പ്രായത്തിലുമുള്ള സ്വഭാവ ഗുണങ്ങളും സ്വഭാവ ദൂഷ്യങ്ങളും തൊട്ടറിഞ്ഞ പ്രവാചകൻ എന്ന മാതൃകാ ഭർത്താവിന്റെയും ദാമ്പത്യ ജീവിതത്തിന്റെ ഊഷ്മളതയിൽ ലോകത്ത് മഹിതമായ മാതൃക പരന്നു കൊടുത്ത് പറഞ്ഞു കൊടുത്ത് പകർത്തി കൊടുത്ത് നുകർന്നെടുക്കാൻ സൗകര്യം കൊടുത്ത കിടപ്പറയിലെ രംഗങ്ങൾ പോലും ഞാൻ എന്റെ ഹബീബിന്റെ തുടയിൽ കിടന്നിട്ട്, എന്റെ മടിത്തട്ടിൽ കിടന്നിട്ട് എന്റെ റസൂൽ ചൂട് കൊള്ളാറുണ്ടായിരുന്നു. പള്ളിയിൽ കിടന്നിട്ട് തല എന്റെ മടിയിൽ വീട്ടിലിരിക്കുന്ന എന്റെ മടിത്തട്ടിൽ വെച്ചിട്ട് ഞാൻ എന്റെ റസൂലിന്റെ തലയിലൂടെ വിരലുകൾ ഇങ്ങനെ ഓടിച്ചിട്ടുണ്ടെന്ന് പഠിപ്പിച്ച നബി ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ പോലുള്ള അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യമാര് എങ്ങനെയാണ് ദേഷ്യം വരുമ്പോ പെങ്ങളെ ശമിപ്പിക്കേണ്ടതെന്നറിയോ? ദേഷ്യം ശമിപ്പിക്കേണ്ടത് എങ്ങനെയാണ്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇന്നൽ ഗളബ മിനശ് ശൈത്താൻ, ദേഷ്യം വരിക ശൈത്താനിൽ നിന്നാ. ദേഷ്യം കൊടുക്കുന്നത് ശൈത്താനാണ്, കോപിപ്പിക്കുന്നത് ശൈത്താനാണ്. ശൈത്താൻ സൃഷ്ടിക്കപ്പെട്ടത് തീയിൽ നിന്നാണ്.
നിങ്ങൾ മനസ്സിലാക്ക്, ദേഷ്യം ശൈത്താനിൽ നിന്ന്, ശൈത്താൻ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവൻ. ഏത് സമയത്തും തീയെ കെടുത്തുന്നത് വെള്ളം കൊണ്ടാണ്. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, ആർക്ക് ദേഷ്യം വരുവോ, നിങ്ങളിൽ ആർക്കാണോ ദേഷ്യം വരുന്നത്, അവന് ഒളു ചെയ്യട്ടെ. റവാഹു അബൂ ദാവൂദ്, നബി മുഹമ്മദ് മുസ്തഫ. സഹോദരിമാരെ, ദേഷ്യം വരുമ്പോ എന്താ ചെയ്യേണ്ടത്? ഒളു ചെയ്യണം. ചിലർക്ക് ദേഷ്യം വന്ന ഒതു കൊടുക്കുന്ന പാത്രം കിണ്ടിയിലാണ് വെള്ളം വെച്ചിരിക്കുന്നതെങ്കിൽ അതെടുത്തിട്ടല്ലേ തലയിലേക്ക് അടിച്ചു കൊടുക്കുന്ന. പിന്നെ എങ്ങനെയാണ് ഒതു കൊടുക്കാതില്? ഹൗലിന്റെ അടുത്ത് നിൽക്കുന്നവന് ദേഷ്യം വന്നാൽ അവനെ പിടിച്ച് ഹൗലിന് മുക്കലല്ലേ ചെയ്യുന്നത്. പള്ളിയാണെങ്കിലും പണ്ടാണ് പള്ളിക്കകത്തൊരു ആദരവും ബഹുമാനവും ഒക്കെ പണ്ടാണ്. ഇന്നിപ്പോ എല്ലാം നടക്കുന്ന പള്ളിക്കകത്ത. പൂടനാട് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇതുവഴി പാസ് ചെയ്തിട്ട് പോലും പോയിട്ടില്ല ഞാൻ. ഇതുവഴി എന്റെ ഈ കഴിഞ്ഞ കാലയളവിന്റെ ജീവിതത്തിന്റെ ദുനിയാവിൽ വന്നതിന് ശേഷം ഞാൻ ഇന്ന് വരെ ഇതുവഴി പാസ് ചെയ്തിട്ട് പോലും പോയിട്ടില്ല. ഈ പള്ളിയിലും വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്കൊന്നും അറിയില്ല. മൂപ്പരെ ഞാൻ ആദ്യമായിട്ട് കാണുക. എവിടെ വെച്ച് മരണത്തിന് കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു, ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ ഞാൻ പറയുന്നു, ഇവിടെ അങ്ങനെ ഉണ്ടാവാൻ പറയുന്നതാണ് അല്ലേ? ഇവിടെ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. ചില സ്ഥലങ്ങളിലൊക്കെ പള്ളിക്കകത്താണ് ബദറും ഉഹുദും ഒക്കെ നടക്കുന്നത്. പള്ളിക്കകത്താണ് നടക്കുന്ന ബദറും ഉഹുദും ഖന്തഖും ഖൈബറും ഒക്കെ. എല്ലാം നടക്കേണ്ടത് പള്ളിക്കകത്ത്. അടിയല്ല, തീരുമാനങ്ങൾ. പണ്ടുള്ള ആളുകൾ പറയും, എന്താ പറഞ്ഞാലും പോയി പള്ളി പറയണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പള്ളി പറഞ്ഞാലേ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും. ഇന്ന് പള്ളിക്കകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഇവിടെ പച്ചക്കറി കടയില, ചായക്കടയില, അവിടാണ് പരിഹാരം കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് പള്ളിയിൽ വരുന്ന ആളുകൾ ഹൗലിന്റെ ഭാഗത്ത് നിന്ന് ദേഷ്യം വരുമ്പോ അവൻ പിടിച്ച ഹൗലിൽ മുക്കലല്ലേ ചെയ്യുന്നത്. ദേഷ്യം വരുമ്പോ ഉടനെ ഒളു എടുക്കണമെന്ന് അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. എന്താ കാര്യം? ഈ ദേഷ്യം ചൂടാണ്, ദേഷ്യം പാപമാണ്, അത് ചൂടാണ്, അതിനെ തണുപ്പിക്കാൻ വെള്ളത്തിനെ കഴിയൂ. അപ്പൊ പാപം ചെയ്യുമ്പോ പാപം ചൂടാണ്. ആ ചൂടാണ് റമളാൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. മനുഷ്യൻ ഇങ്ങനെ പാപങ്ങൾ ചെയ്ത് ചൂട് പിടിച്ച് നിൽക്കുമ്പോ പെയ്യുന്ന വേനൽ മഴ, അത് ആശ്വാസമല്ലേ? അതാണ് റമളാൻ. അതോടുകൂടി നമ്മുടെ ചൂടങ്ങ് മാറുകയാണ്. അതോടുകൂടി നമ്മുടെ പാപങ്ങൾ അങ്ങ് വർജിക്കപ്പെടുകയാണ്. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി പറഞ്ഞത്? ഒരു ഹദീസും കൂടെ പറഞ്ഞിട്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരികയാണ്. ഇദസ്തജൽ ഹർറു ഫഅബിരിദു ബിസ്സലാഹ്. ചിലപ്പോ ഇത്രയും പറഞ്ഞതിൽ ആകെ അമൽ ചെയ്യുന്ന ഈ ഹദീസ് മാത്രമായിരിക്കാം. ഇതുവരെ പറഞ്ഞ ഹദീസുകളൊന്നും ചിലപ്പോ നമ്മൾ എടുക്കണമെന്നില്ല. ഇനി പറയുന്ന ഹദീസ് ചിലപ്പോ നമ്മൾ അമൽ ചെയ്തേക്കാം. മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല. ഒരിക്കലും നിങ്ങൾ അതിനെ ദുർവിനിയോഗം ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല. അതിനെ ദുരുപയോഗം ചെയ്യാൻ പറയുന്നതല്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇദസ്തജൽ ഹർറു, ചൂട് കഠിനമായാൽ ഫഅബിരിദു ബിസ്സലാഹ്, ളുഹർ നിസ്കാരം നിങ്ങൾ തണുപ്പിക്കണം. ളുഹർ നിസ്കാരം നിങ്ങൾ തണുപ്പിക്കണം. അതെങ്ങനെയാ ളുഹർ നിസ്കാരം തണുപ്പിക്കണം എന്ന് പറഞ്ഞാൽ? എന്താ അർത്ഥം? മരത്തിന്റെ തണല്, മതിലിന്റെ തണല്, ചുമരുകളുടെ തണല്, അതൊക്കെ വരുന്നത് വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. തണല് വരുമ്പോ നിങ്ങൾ പോയി നിസ്കരിച്ചാൽ മതി. ഇനി തണൽ എന്റെ ഏരിയയിൽ വന്നില്ല എന്നും പറഞ്ഞിട്ട് മഗ്‌രിബിന് ഇരിക്കുന്നതും വേണ്ട. നമ്മുടെ നാട്ടിലൊന്നും ഈ പറയുന്ന കാര്യം ബാധകമല്ല. ചൂടെന്ന് പറഞ്ഞാൽ അന്ന് മദീനയിലും മക്കയിലൊക്കെ ഉള്ള ചൂടെന്താണ്? ബത്തഹ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നാണ് ഈ റമളാൻ എന്ന വാക്കുണ്ടായതെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ബത്തഹ മുതൽ മക്കയുടെ ബത്തഹ എപ്പോഴാ ഈ വേടുണ്ടായത്? എപ്പോഴാ? ഖുർആൻ ഇറങ്ങുന്നതിന് 200 വർഷം മുമ്പ്, 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, മഹാനായ നബിതങ്ങളുടെ 5ാമത്തെ തലമുറയ്ക്ക് മുമ്പ്, അഥവാ കിലാബ് എന്നോണം തോന്നുന്നു. ആ കാലഘട്ടത്തില് നബിതങ്ങളുടെ ഉപ്പാന്റെ 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 കാലഘട്ടത്തില് മക്കയിൽ നിന്ന് ബത്തഹ, ആ താഴ്വര, ആ പ്രദേശത്തുള്ള കല്ലുകളാണ് ചൂട് പിടിച്ചിങ്ങനെ കിടന്നത്. ആ വാക്കിൽ നിന്നാണ്, അതിൽ നിന്നാണ് റമളാൻ എന്ന് പറയുന്ന പദപ്രയോഗം വന്നത് എന്ന് ചരിത്രകാരന്മാര് പറയുന്നുണ്ട്. നിങ്ങൾ നോക്കിയേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലെ ചൂടൊന്നും അത്രയും കഠിനമായ ചൂടൊന്നുമല്ല. എന്ത് ചൂടാ? നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു ചൂടുമല്ല. ഇപ്പൊ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എല്ലാ സ്ഥലങ്ങളിലും യാസിയുണ്ട്. പള്ളിയിൽ, ഈ പള്ളിയിൽ യാസി ഉണ്ടോ? ഇല്ല. ചില പള്ളികളിൽ ഒഴിച്ചാൽ ബാക്കി എല്ലാ പള്ളികളിലും എ സി ആയിരിക്കുകയാണ്. എ സി ആയുള്ള ഗുണം എന്ന് പറഞ്ഞാൽ എഴുത്തിക്കാഫിന് ആള് കൂടുന്നതാണ്.
ഈത്തിക്കാഫിന് ആള് കൂടും. കാരണം എന്താ? വീട്ടിൽ ഭയങ്കര ചൂടാണ്, കറണ്ടിന് ബില്ല് കൂടും. അതുകൊണ്ട് നേരെ ഇൻഷാ അല്ലാഹ് ഞാൻ പോവാ പള്ളിയിൽ ഈത്തിക്കാഫ് നവൈത്തുൽ ഈത്തിക്കാഫ ഫീ ഹാദൽ മസ്ജിദി മാ ദുംതു ഫീഹി ലില്ലാഹി തആല കയറി ഇരിക്കുക. പക്ഷേ ഒരു കാര്യം, റിമോട്ട് മോദിന്റെ കയ്യിലാണ്. അയാൾ വന്നാലേ ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. അയാൾക്ക് പെർമിഷൻ കൊടുക്കേണ്ട കമ്മിറ്റിക്കാരാ. എപ്പോഴാ? നിസ്കാരത്തിന് ബാങ്ക് കൊടുത്തല്ലാതെ ഓണാക്കരുത്. അപ്പൊ ഒന്ന് കറങ്ങി ഇരുന്നിട്ടൊക്കെ എണീറ്റങ്ങ് പോവല പലരും ചെയ്യാറുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈത്തിക്കാഫിന് വരുന്ന എല്ലാവരും കൂടെ AC ഓണാക്കി കൊടുക്കാൻ കറണ്ടിന് ബില്ലടയ്ക്കണമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ നമ്മുടെ നാട്ടിലെ ചൂടൊന്നും കഠിനമായ ചൂടൊന്നും അല്ല. പക്ഷെ ളുഹർ നിസ്കാരം നിങ്ങൾ തണുപ്പിക്കണമെന്ന് പറയുന്നത് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കിയിട്ട് പറഞ്ഞു. ഏർപ്പെട്ട സഹോദരങ്ങളെ, ശേഷം റസൂലുള്ള പറഞ്ഞൊരു വാക്ക് പറയാനാ. എന്താ പറഞ്ഞത്? അറിയുമോ സഹോദരിമാരെ, ചൂട് എവിടെ നിന്നാ വരുന്നതെന്നറിയോ? ചൂട് എവിടെ നിന്നാണ് വരുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ അവിടെ നിന്ന് പറഞ്ഞല്ലോ, പടച്ചതമ്പുരാനും നരകത്തിനൊരു ചെറിയ ആനുകൂല്യം കൊടുത്തു. ശ്രദ്ധയോടെ കേൾക്കണേ, ആദരവായ പ്രവാചകനാ പറഞ്ഞത്. ഇന്നേ വരെ അസത്യത്തിന്റെ ലാഞ്ചന അതരങ്ങളിൽ നിന്ന് അടർന്നു വീഴാത്ത ആമിനയുടെ തങ്കമോനെ, അബ്ദുള്ളയുടെ പൊന്നുമോനെ, വസീലത്തുനാ ഫിദ്ദാറൈ ശഫീഉൽ മുദ്നിബീൻ അഹ്മദ് മുജ്തബ റൂഹി ഫിദാ നബി മുഹമ്മദ് മുർത്തല. അവിടെ നിന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫഇന്ന ശിദ്ദത്തൽ ഹർരി, ശക്തമായ ചൂട് എന്താണെന്ന് നിങ്ങൾക്കറിയോ? മിൻ ഫൈഹി ജഹന്നമ, നരകത്തിന്റെ ഒരു ശ്വാസമാണെന്ന് മുഹമ്മദ് മുസ്തഫ. നരകത്തിന് അല്ലാഹു തആല ഒരു ആനുകൂല്യം കൊടുത്തു. എന്താണെന്നറിയോ? ശ്വാസം വിടാനുള്ള ഒരു അവസരം കൊടുത്തു. വീർപ്പ് മുട്ടുകയാണല്ലോ നരകം. ആ ചൂട് താങ്ങാൻ കഴിയാതെ നരകത്തിന്റെ പ്ലേസ് തന്നെ വല്ലാതെ പൊറുതിമുട്ടുകയാ. അവസാനം അല്ലാഹുവിനോട് ആവലാതി പറഞ്ഞു, ഇസ്തഖത്തിന്നാറു ഇലാ റബ്ബിഹാ. അല്ലാഹുവിനോട് വന്നിട്ട് ആവലാതി പറയുന്നു. നരകം 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 വന്നിട്ട് ആവലാതി പറയുന്നു. ഇന്നത്തെ ചെറുപ്പക്കാരികൾക്ക് അറിയുമോ, നരകത്തിൽ പോകാൻ ഞങ്ങൾ തയ്യാറാണ്. ഏതോ ഒരു വിവരം കെട്ടവളോ പറഞ്ഞത്, അതോ വിവരം കെട്ടവനോ ഞാൻ ഓർക്കുന്നില്ല. നരകത്തിൽ എല്ലാവരും കാണുമല്ലോ, അവിടെ ഞങ്ങൾ അങ്ങ് സ്വർഗമാക്കുമെന്നാ ചിലർ പറയുന്നത്. സിനിമക്കാരും അതുപോലെ പാട്ടുകാരും ഗായകന്മാരും എല്ലാം നരകത്തിലാണെന്നല്ലേ നിങ്ങൾ പറയുന്നത്? എല്ലാവരുമുള്ള നരകം ഞങ്ങൾ അങ്ങ് സ്വർഗമാക്കി കാണാമടോ? നമുക്കവിടെ കാണാം. നരകത്തിന്റെ പ്രോപ്പർട്ടി, നരകത്തിന്റെ പ്ലേസ്, നരകത്തിന്റെ ആ സ്ഥലം പോലും അല്ലാഹുവിന്റെ അടുക്കൽ വന്നിട്ട് നരകം ആവലാറി പറയുന്നു, അക്കലത്ത് പടച്ചോനെ, എന്നെ തിന്നോണ്ടിരിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യ? തീ തിന്നോണ്ടിരിക്ക. ആ സമയത്ത് അല്ല രണ്ട് ശ്വാസം വിടാനുള്ള അവസരം കൊടുത്തു നരകത്തിന്. രണ്ട് ശ്വാസം വിടാൻ. ഒന്ന് ശൈത്യകാലത്തും ഒന്ന് ഉഷ്ണകാലത്തും. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിങ്ങൾ അനുഭവിക്കുന്ന ചൂട് മിൻ ഫൈഹി ജഹന്നമ, അത് നരകത്തിന്റെ ചൂടാ. അതുകൊണ്ട് ചൂട് വരുമ്പോ എന്താ പറയേണ്ടതെന്നറിയോ? ഒടുക്കത്തെ ചൂട്, നശിച്ച ചൂട്. എന്തോ ഒരു ചൂടാ! അല്ല പറയല്ലേ പൂടനാട്ടത്തെ പെങ്ങളെ, സ്ത്രീകളാണ് കൂടുതൽ അത് പറഞ്ഞു പോകുന്നത്. ഒടുക്കത്തെ ചൂട് തന്നെ, നശിച്ച ചൂട് തന്നെ. അങ്ങനെ പറയരുത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പറയേണ്ടത് എന്തെന്നറിയോ? എന്താ പറയേണ്ടത്? ഞാൻ പറയാം, അത് സക്കാഫിയിൽ നേടിയെടുത്ത് പഠിച്ചോളാം ഇൻഷാ അല്ലാഹ്. എന്താണെന്നറിയാമോ? മാ അശദ്ദ ഹർറ ഹാദൽ യൗം അല്ലാഹുമ്മ നജ്ജിനി മിൻ ഹർരി നാരി ജഹന്നം. അതാ പറയേണ്ടത്. ചൂട് കൂടുമ്പോ എന്ത് പറയണം? മാ അശദ്ദ ഹർറ ഹാദൽ യൗം, എന്തൊരു ചൂടാ റബ്ബേ ഈ ദിവസം. അല്ലാഹുമ്മ നജ്ജിനി മിൻ ഹർരി നാരി ജഹന്നം, നരകത്തിന്റെ ചൂടിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഇപ്പോഴത്തെ ചൂട് താങ്ങാൻ പറ്റുന്നില്ല. അത് വെറും ഒരു ശ്വാസം മാത്രം. നരകത്തിന്റെ ഒരു ശ്വാസം മാത്രമാണ് ഇപ്പൊ അനുഭവിക്കുന്ന ചൂട്. പക്ഷേ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. എന്റെ വിഷയം അതല്ല. ചൂടാണ് പാപം, നരകം ചൂടാണ്. അപ്പൊ ആ പാപം എന്ന് പറയുന്ന ചൂടിനെ തണുപ്പിക്കാൻ അല്ലാഹു പെയ്യിപ്പിക്കുന്ന മഴയാണ് ഏത്?
വിശുദ്ധമായ റമളാൻ, വിശുദ്ധമായ റമളാൻ, ആ റമളാൻ നമ്മുടെ സകല പാപങ്ങളെയും കരിച്ച് കളയുകയാണ്. ആ പാപങ്ങൾ നമ്മുടെ സകലമാന പാപങ്ങളെയും എല്ലാ ചൂടിനെയും കരിച്ച് കളയുകയാണ്. അള്ളാന്റെ ഹബീബ് പറഞ്ഞതെന്തെന്നറിയോ? ഇനി നിങ്ങൾ ശ്രദ്ധയോടെ കേക്ക്. ഒരു മനുഷ്യൻ നോമ്പ് പിടിച്ചപ്പോ അവന്റെ പാപങ്ങളെല്ലാം കരിഞ്ഞുപോയി. അവന്റെ പാപങ്ങളെല്ലാം കരിഞ്ഞുപോയി. ഈ വേനൽ മഴ പെയ്തിട്ടെല്ലാം കെടുത്തിക്കളഞ്ഞു. അവസാനം അവന് നോമ്പുകാരനായി, അവൻ നല്ലവനായി. ആ മനുഷ്യൻ ഇങ്ങനെ നോമ്പ് പിടിച്ച് 30 ദിവസത്തെ നോമ്പും തറാവീഹും, 30 ദിവസത്തെ നോമ്പും 20 തറാവീഹും അതൊക്കെ പിടിച്ച്, അതൊക്കെ റാഹത്തായി സന്തോഷത്തോടെ 30 ദിവസം 3 പത്തുകളിൽ നോമ്പ് പിടിച്ചിട്ട് ഓരോ രാത്രിയിലും തറാവീഹ് നിസ്കാരം കഴിഞ്ഞ് പെരുന്നാളിന്റെ ദിവസം അവന് വരുന്നത് എങ്ങനെയെന്നറിയോ? എങ്ങനെയാ വരുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, ഇന്നല്ലാഹ ഫറള സിയാമ റമളാന അലൈക്കും. റമളാനിലെ നോമ്പ് നിങ്ങൾക്ക് അല്ലാഹു നിർബന്ധമാക്കിയിരിക്കുകയാ. വസനന്തു ലക്കും ഖിയാമാ. ആ റമളാൻ പകലിൽ നിങ്ങൾ പിടിക്കുന്ന നോമ്പ് വൈകുന്നേരങ്ങളിൽ രാത്രിയിലെ നിസ്കാരത്തെ നിങ്ങൾക്ക് ഞാൻ സുന്നത്താക്കിയിരിക്കുകയാ. അത് ഫർളല്ല, മഗ്രിബല്ല. ആ നിസ്കാര തറാവീഹ, ആ തറാവീഹ് നമസ്കാരത്തെ നിങ്ങൾക്ക് ഞാൻ സുന്നത്താക്കിയിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വമൻ സാമാഹു വഖാമഹു. ആരോ നല്ലതുപോലെ നോമ്പ് പിടിക്കുന്നത്, ആരാണോ നല്ലതുപോലെ തറാവീഹ് നമസ്കരിക്കുന്നത്, എങ്ങനെയാണ് ഈമാനനെ വഹ്തിസാബാ, വിശ്വാസത്തോടെയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആരാണോ നല്ല നിലയിൽ നോമ്പ് പിടിച്ച് നിസ്കരിക്കുന്നത്. കേൾക്കണേ പൂടനാട്ടക്കാരെ, നിങ്ങളുടെ മനസ്സ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കരുതേ. ശ്രദ്ധയോടെ കേട്ടോ. ആരാണോ റമളാൻ മാസത്തിന്റെ പകല് നോമ്പ് പിടിക്കുന്നത്, ആരാണോ രാത്രി തറാവീഹ് നമസ്കരിക്കുന്നത്, എങ്ങനെയാണ് നോമ്പും എങ്ങനെയാണ് തറാവീഹും നിസ്കരിക്കേണ്ടതും നോമ്പ് പിടിക്കേണ്ടതും എന്നറിയോ? ഈമാന, വിശ്വാസമുണ്ടാകണം. എന്റെ വയറ് കുറയാനല്ല നോമ്പ്, എന്റെ കൊളസ്ട്രോൾ കുറയാനല്ല നോമ്പ്, എന്റെ ഷുഗർ ക്രമാതീതമായി നിൽക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ നോമ്പ് പിടിക്കുന്നത്. പിന്നെയോ എന്റെ വ്രതാനുഷ്ഠാനം എന്തിനാണ്? ഈമാന, വാരിയെല്ല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയാന്തരാളങ്ങളിൽ എന്റെ പടച്ചവനോടുള്ള വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ രൂഢമൂലമാക്കപ്പെട്ട ആ ഒരു ഉറപ്പിന്റെ ബലിഷ്ഠമായ ആ ഈമാനികമായ ആവേശത്തിൽ നിന്നാണ് ഞാൻ നോമ്പ് പിടിക്കുന്നത്. എന്നിട്ടോ വഹ്തിസാബാ, അവന് പ്രതിഫലം ആഗ്രഹിക്കണം. ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ട് നോമ്പ് പിടിക്കുന്നതല്ല, ആർക്കെങ്കിലും വേണ്ടിയിട്ട് നോമ്പ് പിടിക്കുന്നതല്ല. ഇഹ്തിസാബാ, അല്ലാഹുവിൽ നിന്നാ കൂലി പ്രതീക്ഷിക്കേണ്ടത്, അല്ലാഹുവിൽ നിന്നാ കൂലി പ്രതീക്ഷിക്കേണ്ടത്. ആ നിലയിൽ ആരാണോ നോമ്പ് പിടിക്കുന്നത്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, പെരുന്നാൾ ദിവസം എത്തുമ്പോ അവന്റെ കോലം എന്താണെന്നറിയോ? നമ്മൾ പറയും 85 കിലോ ഉള്ളവന് 45 ആകുമെന്നാണോ? 100 കിലോ ഉള്ളവന് 50 കിലോ ആകുമെന്നാണോ? അല്ല, അഷ്റഫുൽ ഖൽഖ് പറഞ്ഞതെന്താണ്? അവൻ എങ്ങനെയാണ് പെരുന്നാളിന്റെ അന്ന് വരുന്നത്? ഖറജ മിൻ ദുനൂബിഹി കയൗമി വലദതുഹു ഉമ്മുഹു. അവന്റെ ഉമ്മ പ്രസവിച്ച പാപ സുരക്ഷിതത്വം അവനുണ്ടെന്ന്. ഉമ്മ പ്രസവിച്ചത് എങ്ങനെയാണോ അതുപോലെയാണ് അവന് പെരുന്നാൾ ദിവസത്തിൽ വരുന്നതെന്ന് മുഖ്ബിറേ സാദിഖ് സാദിഖുൽ മസ്തൂഖ് നബി മുഹമ്മദ് മുസ്തഫ. എന്താ കാര്യം? 30 ദിവസത്തെ നോമ്പും പിടിച്ച് 30 ദിവസത്തെ തറാവീഹ് 20 റക്അത്ത്. ഇവിടെ എത്ര ദിവസം? 8 20. നിങ്ങൾ ധൈര്യമായിട്ട് പറയും, കുഴപ്പമില്ല. 20 അൽഹംദുലില്ലാഹ്. ഞാൻ തുറന്നു പറയുന്ന ആളാ. ഞാൻ ഒരു കാര്യം പറയാം. 20 റക്അത്ത് നിസ്കരിക്കണം. 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ച് റാഹത്തായി. നിങ്ങൾ നോക്കിയ ആ റമളാന്റെ ഒരു ചൈതന്യം. ഇശാക്ക് ബാങ്ക് കേട്ടു, വീട്ടിൽ നിന്ന് എല്ലാവരും നേരെ പള്ളിയിൽ വന്ന് 2 റക്അത്ത് ഇശാക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം നിർവഹിച്ച് അവിടെ ഇരിക്കാൻ. അപ്പോഴേക്ക് ഇശാക്ക് ബാങ്ക് ഇഖാമത്ത് കൊടുക്കുന്നു. 4 റക്അത്ത് ഇശ. അത് കഴിഞ്ഞിട്ട് 2 റക്അത്ത് പിന്നെ റവാത്തിബ്. എത്രയായി? 8 റക്അത്തായി. അത് കഴിഞ്ഞിട്ട് തറാവീഹ് 20 28ആയി. അത് കഴിഞ്ഞിട്ട് 2
മൂന്ന് റക്അത്ത് വിത്തർ 31 റക്അത്ത്. ആ 31 റക്അത്ത് നിസ്കരിച്ചിട്ട് നേരെ വീട്ടിൽ വന്ന് എന്തെങ്കിലും ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചുകൊണ്ട് കിടന്നിട്ട് തഹജ്ജുദിന് എഴുന്നേറ്റിട്ട് രണ്ടിലങ്ങ് ഒതുക്കി കളയരുത്. അറ്റ്ലീസ്റ്റ് നാലെങ്കിലും നിസ്കരിച്ചിട്ട് അൽഹംദുലില്ലാ ആ നമസ്കാരം കഴിഞ്ഞ് സുബഹിന്റെ മുമ്പുള്ള സുന്നത്തും സുബഹി നിസ്കാരവും ഒക്കെ കഴിഞ്ഞ് റാഹത്താകുമ്പോ ഇങ്ങനെ ദൈനംദിന നൈരന്തര്യം അവന്റെ ജീവിതത്തെ റമളാൻ അങ്ങോട്ട് അവനെ നന്നാക്കി അങ്ങോട്ട് പണിയെടുപ്പിക്കുകയാ. അങ്ങനെ ആക്കി. അത് കാരണം എന്താ? അവന്റെ പാപം മുഴുവനും റമളാൻ എന്ന് പറയുന്ന കത്തിക്കരിയുന്ന മാസത്തിന്റെ വേനൽ മഴ പോലെ അവന്റെ പാപങ്ങളെ മുഴുവനും അങ്ങോട്ട് കരിച്ചു കളഞ്ഞ് കൂടെ ഈ ഇബാദത്തും കൂടെ എല്ലാം കൂടെ അങ്ങോട്ട് ആയപ്പോ പെരുന്നാളിന്റെ ദിവസം വന്നു. പെരുന്നാൾ ദിവസം അവൻ എങ്ങനെയാ വരുന്നത്? കയ്യൗമി വലദത്തുഹു ഉമ്മുഹു. SAT-യിൽ ഉമ്മ പ്രസവിച്ചപ്പോ നീ എങ്ങനെയായിരുന്നു? അപ്പൊ അതിന്റെ അർത്ഥം പെരുന്നാളിന്റെ തുണിയില്ലാതെ ഓരോന്നാണോ? അങ്ങനെ ചിന്തിക്കണ്ട. ഉമ്മ പ്രസവിച്ച ദിവസം എന്ന് പറഞ്ഞാൽ എന്താണ്? യാതൊരു പാപങ്ങളും ഇല്ല, ഒരു പാപവും ഇല്ലാത്ത നിലയിൽ നീ പെരുന്നാളിന്റെ അന്ന് വരണം. ഞാൻ ചോദിക്കട്ടെ, ഈ പെരുന്നാളിന്റെ പേരെന്താ? പെരുന്നാളിന്റെ പേര്? വരാനിരിക്കുന്ന പെരുന്നാളിന്റെ പേര് പറയും. അല്ലാഹുവേ, ഇതെന്തൊരു മലയാളം വിട്ടേക്ക്. അറബി എന്താ ഇതിന്റെ പേര്? ഈദുൽ ഫിത്തർ. എന്താ ഈദുൽ ഫിത്തർ എന്ന് പറഞ്ഞാൽ? നമ്മൾ പറയും ചെറിയ പെരുന്നാള്, അതാണ് എന്റെ അർത്ഥം. വലിയ പെരുന്നാൾ എന്നാണോ ഈദുൽ അദ്ഹ എന്ന് പറഞ്ഞാൽ? ബലി പെരുന്നാൾ എന്നല്ലേ? ഈദുൽ ഫിത്തർ എന്ന് പറഞ്ഞ അർത്ഥം നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഈദുൽ ഫിത്തർ എന്ന് പറഞ്ഞാൽ ഈദ് ഔദിൽ നിന്നും ഫിത്രത്തിൽ നിന്നുള്ള വാക്കാണ്. അറിയോ? അപ്പൊ ഈദുൽ ഫിത്തർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിത്രത്തിലേക്കുള്ള മടക്കം. പെരുന്നാളിന്റെ അന്ന് വരുന്നത് എങ്ങനെയാണ്? ഫിത്രത്തിലേക്കുള്ള മടക്കം. ഫിത്രത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പ്രസവിച്ച സമയത്തുള്ള അവസ്ഥയ്ക്കാണ് പ്രകൃതി, ശുദ്ധ പ്രകൃതി. ആ ശുദ്ധ പ്രകൃതിയിലേക്കുള്ള മടക്കമെന്നാണ് ഈദുൽ ഫിത്തറിന്റെ അർത്ഥം. ഈദുൽ ഫിത്തർ എന്ന് പറഞ്ഞാൽ അൽ ഔദു ഇലൽ ഫിത്ര. അതാണ് ഈദുൽ ഫിത്തർ. എങ്ങനെയാണ് ശുദ്ധ പ്രകൃതിയിലേക്കുള്ള മടക്കം വരുന്നത്? നബി തങ്ങൾ പറഞ്ഞല്ലോ, ഒരു കുഞ്ഞു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എല്ലാ കുഞ്ഞുങ്ങളും ശുദ്ധ പ്രകൃതിയിലാ ജനിക്കുന്നത്. ഫഅബവാഹു യുഗബ്ബിദാനിഹി. അവന്റെ വാപ്പയും ഉമ്മയുമാണ് യഹൂദിയാക്കുന്നത്, ഔ യുനസ്റാനിഹി നസ്റാനിയാക്കുന്നത്, ഔ യുമജ്ജിസാനിഹി മജൂസിയാക്കുന്നത്. എല്ലാ കുഞ്ഞുങ്ങളും, ഞാൻ തുറന്നു പറയട്ടെ, എല്ലാ കുഞ്ഞുങ്ങളും പ്രസവിക്കപ്പെടുന്നത് ശുദ്ധ പ്രകൃതി. വാപ്പയാണ് ഏപ്പിക്കാരനാക്കുന്നത്, ഉമ്മയാണ് ഈക്കക്കാരനാക്കുന്നത്, വാപ്പയാണ് ജമാഅത്തെ ഇസ്ലാമിയാക്കുന്നത്, ഉമ്മയാണ് മുജാഹിദുകാരനാക്കുന്നത്, വാപ്പയും ഉമ്മയാണ് തബ്ലീഗുകാരനാക്കുന്നത്. കുഞ്ഞ് കമ്മ്യൂണിസ്റ്റ് ആയിട്ടല്ല ജനിക്കുന്നത്. വാപ്പ കമ്മ്യൂണിസ്റ്റ്, മോനും കമ്മ്യൂണിസ്റ്റ്. എന്തേ ജനിക്കുന്ന കുഞ്ഞ് ലീഗുകാരനല്ല, അവന്റെ ഉമ്മ ലീഗുകാരന്റെ മോളാണ്. അപ്പൊ അവനും ലീഗുകാരനായി. പ്രിയപ്പെട്ടവരെ, കോൺഗ്രസ്സുകാരനായിട്ട് ഒരു കുഞ്ഞും ജനിക്കുന്നില്ല. അങ്ങേയറ്റം പോയി ഉമ്മൻചാണ്ടിയുടെ മോൻ പോലും ജനിച്ചിട്ടില്ല. ചാണ്ടി ഉമ്മനെയും കോൺഗ്രസ്സുകാരനാക്കിയ ഉമ്മൻചാണ്ടി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതാണ്. അപ്പൊ ചോദിക്കുക, അതെവിടെ ഉണ്ട് ഉമ്മൻചാണ്ടിയുടെ ചാണ്ടി ഉമ്മന്റെ പേര് ഹദീസിലുണ്ടോ? അതാ നമ്മുടെ അത്യാവശ്യം. ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം നടക്കുന്ന ആവശ്യത്തില് നിങ്ങൾ ശ്രദ്ധിക്കുക, അവരുടെ വാപ്പയും ഉമ്മയുമാണ് അവരെ ഏത് കോലത്തിലും മാറ്റുന്നത്, ഏത് കോലത്തിലും ആക്കിയെടുക്കുന്ന വാപ്പായും ഉമ്മയുമാണ്. അതാണ് ഫിത്രത്ത്, ശുദ്ധ പ്രകൃതി. ആ ശുദ്ധ പ്രകൃതിയിലേക്കുള്ള മടക്കമാണ് പെരുന്നാൾ. ഈദുൽ ഫിത്തർ എന്ന് പറഞ്ഞാൽ അൽ ഔദു ഇലൽ ഫിത്രത്തി, ശുദ്ധ പ്രകൃതിയിലേക്കുള്ള മടക്കം. 30 ദിവസത്തെ നോമ്പും പിടിച്ച് പാപങ്ങളെല്ലാം കരിച്ചു കളഞ്ഞ വേനൽ മഴ പെയ്ത് എല്ലാം ശാന്തമായി ഇബാദത്തുകൾ ചെയ്ത് റാഹത്തായി പെരുന്നാളിന്റെ അന്ന് വരുമ്പോ ഉമ്മ പ്രസവിച്ച ദിവസത്തെ പോലെ വരുമെന്ന് പറയുന്നത് പേരാണ് ഈദുൽ ഫിത്തർ, ശുദ്ധ പ്രകൃതിയിലേക്കുള്ള മടക്കം. അള്ളാഹു അങ്ങനെ വരാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ ഒരു നല്ല മടക്കം നമുക്ക് ഈ വിശുദ്ധ റമദാൻ മുതൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി ഞാൻ തൽക്കാലം പാപങ്ങൾ അങ്ങോട്ട് മാറ്റിവെക്കാൻ, പാപങ്ങളെ ഞാൻ അങ്ങോട്ട് മാറ്റിവെക്കാൻ. ഇനി നിങ്ങൾ നോക്ക്, എന്താ റമദാൻ എന്ന വാക്കിന്റെ അർത്ഥം? റമദാൻ എന്ന വാക്കിന്റെ അർത്ഥം വല്ലാത്ത ചൂടെന്നാണ്.
എന്താ അതേ വാക്കിന് മറ്റൊരർത്ഥമുള്ളത്? ആ വേനൽക്കാലത്ത് പെയ്യുന്ന മഴയെന്നല്ലേ? അജ്ഞതയെന്ന, അധർമ്മമെന്ന, അനീതിയെന്ന എല്ലാ നിലയിലും യാതൊരു മനുഷ്യപ്പറ്റുമില്ലാതിരുന്ന ആ ചൂട് പിടിച്ച കാലത്ത് അതാ ഒരു വേനൽ മഴ പോലെ പെയ്തിറങ്ങുന്നു. എന്താ? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്രി വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്രി ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്ർ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അക്രമത്തിന്റെ, അനീതിയുടെ, അധർമ്മത്തിന്റെ, അജ്ഞതയുടെ വക്താക്കളുടെ മുമ്പിൽ പുരാതന കാലത്തെ പ്രാകൃതന്റെ, പുരോഗമന കാലത്തെ പരിഷ്കൃതന്റെ മനോമുഖരത്തിൽ പരിവർത്തനത്തിന്റെ പടകധ്വനി മുഴക്കിയ ആഗോള സംസ്കാര സംശുദ്ധ സിദ്ധാന്തം വിളിച്ചോദിയ ലോകം ദാഹിച്ചുകൊണ്ടിരുന്ന വിമോചന സരണി ഹിറാഗഹ്വരത്തിന്റെ അന്തരീക്ഷത്തെ കീറി മുറിച്ച് റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്ത അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ ഇറങ്ങുന്ന ഏത് മണ്ണിലാ? പാപത്തിന്റെ ചൂട് പിടിച്ച മണ്ണില്, അജ്ഞതയുടെ ചൂട് പിടിച്ച മണ്ണില്, അന്ധകാരത്തിന്റെ താപം വിസർജിക്കുന്ന മണൽ പരപ്പില്, ആ മരുഭൂമിയിൽ അതാ വിശുദ്ധ ഖുർആൻ ഇറങ്ങുകയാണ്. എവിടെയാണ്? കഅബാലയത്തിൽ നിന്ന് 4.25 കിലോമീറ്റർ അപ്പുറത്ത് 1.25 മണിക്കൂർ നിലത്ത് നിന്ന് ചവിട്ടി കയറിയാടിന് മുകളെത്തുന്ന അത്ഭുതങ്ങളുടെ കലവറയെ പ്രകാശിക്കുന്ന പർവ്വതമേ ജബലുന്നൂർ. ആ ജബലുന്നൂറിന്റെ മുകളിൽ ചെന്നിട്ട് വീണ്ടും അപ്പുറത്തേക്ക് ഒരു ഇറങ്ങണം. ആ ഇറങ്ങുമ്പോ കുറച്ച് പാറക്കെട്ട്, ആ പാറക്കെട്ടിന്റെ ഉള്ളിൽ ഒരാൾക്ക് കഷ്ടിച്ചിറങ്ങാൻ പറ്റുന്ന ഒരു ചെറിയ പ്ലേസ്. അവിടെ ഇരുന്നാൽ നേരെ കാണാ കരിമ്പടം പുറച്ച കറുത്ത സുന്ദരിയായ കഅബത്തു ശരീഫ. അവിടെ ധ്യാന നിമഗ്നനായിരിക്കുമ്പോഴല്ലേ 7 ചക്രവാളം വരെ നീണ്ടു വിടർന്ന് തൂങ്ങി താഴ്ന്ന് കിടക്കുന്ന പേടിച്ച് ഭയവിഹ്വലനായി, സംഭീതനായി, പരിഭ്രമചിത്തനായി, വിഷാദവിഷമനായി, വ്യാകുല വിഹുലനായി ഓടി വന്നതാരുടെ അടുക്കലാ? മന്ത്രവാദിയുടെ അടുക്കലല്ല, കഅബാലയത്തിന്റെ കില്ല പിടിക്കാനല്ല. വന്നിട്ട് തന്റെ പ്രാണപ്രേയസിയോട് പറഞ്ഞു സങ്കടങ്ങൾ വരുമ്പോ നമ്മുടെ പ്രിയപ്പെട്ടവളോടല്ലേ പറയുന്നത്? സമ്മിലോനി തന്റെ മാറോട് ചേർത്ത് നിർത്തിയിട്ട് തളരല്ല നബിയേ, സങ്കടപ്പെടല്ല റസൂലേ, അങ്ങേ അല്ലാഹു കൈയഴിയില്ല. പാവങ്ങളെ സഹായിക്കുന്നവരാ, അശരണർ കത്താണിയാ, സങ്കടപ്പെടുന്നവന്റെ സാന്ത്വനമാ. അതുകൊണ്ട് തളരല്ലേ മുസ്തഫ അങ്ങെന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിച്ചല്ലോ ഖദീജത്തുൽ കുബ്ര. ചോദിക്കട്ടെ പെങ്ങളെ, വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത് തണുപ്പായിട്ടാണ്. ആ തണുത്ത മഴ പോലെ, വേനൽ മഴ പോലെ ഖുർആൻ ഇറങ്ങിയത് എവിടെയാണ്? കത്തിക്കരിഞ്ഞ് കിടക്കുന്ന മണലാരുണ്യത്തിലാണ് ഖുർആൻ ഇറങ്ങിയത്. അറിയുമോ നിങ്ങൾക്ക് ഖുർആനിലെ റമളാൻ എന്ന് പറയുന്ന പദം എത്ര തവണ വന്നിട്ടുണ്ട്? 100 200? റമളാൻ എന്ന് പറയുന്ന ആ കലിമത്ത് എത്ര തവണയാ? 100 200? എത്ര? റമളാൻ എന്ന് പറയുന്ന പദം 10 ഇല്ല, 5 ഇല്ല, 3 തീരെ ഇല്ല, 2 ഒട്ടുമില്ല, ഒരൊറ്റ വട്ടം. ഖുർആനിൽ റമളാൻ എന്ന് പറയുന്ന പദം ഒരേ ഒരു വട്ടം. അതെപ്പോഴാ പറഞ്ഞത്? ആ റമളാൻ എന്ന് പറയുന്ന ആ മക്കയിൽ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന തീഷ്ണമായ ചൂട് പിടിച്ച അന്തരീക്ഷത്തിന്റെ, അന്ധകാരത്തിന്റെ, ഏറ്റവും വലിയ അനാചാരത്തിന്റെ, പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന 3W വേണ്ടി വിമൻ, അതുപോലെ തന്നെ പിന്നെ വാർ, അതുപോലെ തന്നെ വൈൻ, മദ്യത്തിനും പെണ്ണിനും പൊന്നിനും കള്ളിനും വേണ്ടി ജീവിച്ചിരുന്ന ആ 3W വേണ്ടി ജീവിച്ചിരുന്ന 6-ാം നൂറ്റാണ്ടിലെ അന്ധകാര നിബിഡമായ ആ കുറ്റുരുട്ടിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ജിബ്രീൽ മാലാഖ ഇറക്കി കൊടുത്ത വിശുദ്ധ ഖുർആൻ എന്ന ആ വേനൽ മഴ, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഖുർആനിലെ റമളാൻ എന്ന വാക്ക് അല്ലാഹു പറഞ്ഞത്. അറിയോ?
അറിയോ? ഷഹ്റു റമളാൻ, ഈ റമളാൻ മാസം ഏതെന്ന് നിങ്ങൾക്കറിയോ? ഉൻസില ഫീഹിൽ ഖുർആൻ, ആ റമളാനിലാണ് ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതീർണമായത്, ഖുർആൻ ഇറക്കപ്പെട്ടത് റമളാനിലാണ്. അപ്പൊ റമളാനിൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചുകൊണ്ട് അല്ലാഹു ഒരു വേനൽ മഴ ഇറക്കി കൊടുക്കുകയാണ്.